PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 133/2024 പ്രകാരം കേരള PSC നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഡിസ്കഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ചോദ്യപേപ്പറിൻ്റെ ആദ്യ ഭാഗത്തെ 35 ചോദ്യങ്ങൾ തൊട്ടു മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 36-ാമത്തെ ചോദ്യം. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം, അതായത് വൈറസ്. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണുവാണ് വൈറസ്. 37-ാമത്തെ ചോദ്യം. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. അപ്പോൾ പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫീസീമ. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫീസീമ ഇവയെല്ലാം പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. 38-ാമത്തെ ചോദ്യം. 37-ാമത്തെ ചോദ്യം. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 4 മാത്രം. അപ്പോൾ പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫീസീമ. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫീസീമ ഇവയെല്ലാം പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. 38-ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം. എലിപ്പനി, ഡിഫ്തീരിയ ഇവയെല്ലാം ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എലിപ്പനി, ഡിഫ്തീരിയ ഇവയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. 39-ാമത്തെ ചോദ്യം. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രം. 40-ാമത്തെ ചോദ്യം. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? ഉത്തരം ഓപ്ഷൻ ഡി 2 മാത്രം, അതായത് വരൾച്ച. 41-ാമത്തെ ചോദ്യം. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ഉത്തരം ഓപ്ഷൻ എ IIT ബോംബെ. ഉത്തരം ഓപ്ഷൻ എ 2, അതായത് IIT ബോംബെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത്. IIT ബോംബെയിലാണ്. 42-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പിക്ക് 450 സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തം ഉണ്ട്. 150 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് 300 സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഈ 2 പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ പി മുങ്ങുന്നു, ക്യൂ പൊങ്ങിക്കിടക്കും. ഉത്തരം ഓപ്ഷൻ സി പി മുങ്ങുന്നു, ക്യൂ പൊങ്ങിക്കിടക്കും. 43-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്.
അതായത് ശബ്ദത്തിൻ്റെ ഘോഷം അഥവാ ലൗഡ്നെസ് മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിൻ്റെ ഘോഷം അഥവാ ലൗഡ്നെസ് മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിൻ്റെ തീവ്രത അഥവാ ഇൻറ്റൻസിറ്റി മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ശബ്ദത്തിൻ്റെ തീവ്രത മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ഈ രണ്ട് പ്രസ്താവനകളുമാണ് ശരിയായത്. അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. 44-ാമത്തെ ചോദ്യം. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിനു മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദ തരംഗങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിനു മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദ തരംഗങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഇൻഫ്രാസൗണ്ട്. 45-ാമത്തെ ചോദ്യം. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായി ആചരിക്കുന്നത് എന്നാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായിട്ട് ആചരിക്കുന്നത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ഏപ്രിൽ മാസത്തിലെ കറുത്തവാവ്. 46-ാമത്തെ ചോദ്യം. 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? പിയറി അഗസ്റ്റിനി, ഫെറൻസ് ക്രൗസ് ആൻഡ് എൽ ഹുള്ളിയർ. ഇവർക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ ലഭിച്ചത്. 47-ാമത്തെ ചോദ്യം. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 48-ാമത്തെ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 49-ാമത്തെ ചോദ്യം. രക്തത്തിൻ്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിൻ്റെ pH തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ സി 7.4. 50-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിലൊക്കെയാണ്? അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 3ഉം 4ഉം. അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്നത്, മുട്ട തിളയ്ക്കുന്നത്, ഇവയെല്ലാം രാസമാറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. 51-ാമത്തെ ചോദ്യം. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഏത് പദാർത്ഥമാണ് ഉപയോഗിക്കുന്നത്? ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഉത്തരം ഓപ്ഷൻ എ. 52-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 53-ാമത്തെ ചോദ്യം. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. 54-ാമത്തെ ചോദ്യം. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് PC ഗോപാലൻ. ഉത്തരം ഓപ്ഷൻ ഡി PC ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. 55-ാമത്തെ ചോദ്യം. തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായമീശ്വരൻ ഇന്നു ഭാഷയിതാ പൂർണ്ണമിങ്ങഹോ വന്നുപോം പിഴയുമർത്ഥ ശങ്കയാൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം തെരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി കുമാരനാശാൻ നളിനി. കുമാരനാശാൻ എഴുതിയ നളിനി എന്ന കൃതിയിലെ വരികളാണിത്. 56-ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം എന്നാണ്? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്നാണ് സ്ഥാപിതമായത്? ഉത്തരം ഓപ്ഷൻ എ 1998.
1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത്. 57-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബറുവ. 58-ാമത്തെ ചോദ്യം. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കെ രാധാകൃഷ്ണൻ. 59-ാമത്തെ ചോദ്യം. വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ് ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. 60-ാമത്തെ ചോദ്യം. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസാണ് NIC. ഉത്തരം ഓപ്ഷൻ ഡി NIC. 61-ാമത്തെ ചോദ്യം. IoT എന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. 62-ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഒറാക്കിൾ. 63-ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 64-ാമത്തെ ചോദ്യം. ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ഉത്തരം ഓപ്ഷൻ ബി ദേശീയ പട്ടികജാതി കമ്മീഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. 65-ാമത്തെ ചോദ്യം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ഇവയെല്ലാം. അതായത് സംരക്ഷണ ഉത്തരവ്, താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ഇവയെല്ലാം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ഉത്തരവുകളാണ്. ഉത്തരം ഓപ്ഷൻ സി. 66-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇന്ത്യൻ പ്രസിഡന്റ്. 67-ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏതാണ്? ഇ-കൊമേഴ്സ്, ഓൺലൈൻ പരാതി നൽകൽ, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്തു പരാതി നൽകൽ, മധ്യസ്ഥതയിലൂടെ തർക്കപരിഹാരം. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. 1, 2, 3, 4 ശരിയാണ്. 68-ാമത്തെ ചോദ്യം. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. മൊഴിയെടുക്കുന്നത് കുട്ടിയുടെ താമസ സ്ഥലത്തു വെച്ചായിരിക്കണം. ഒരു കാരണവശാലും ഒരു കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല. 69-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 70-ാമത്തെ ചോദ്യം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. ഉത്തരം ഓപ്ഷൻ ബി ഇക്ബാൽ സിംഗ് ലാൽപുര. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.